നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. കെഫാക് അന്തർജില്ലാ ഫുട്ബോൾ ലീഗ് പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച നടന്ന മാസ്റ്റേഴ്സ് ലീഗ് മത്സരങ്ങളിൽ എറണാകുളം ഫോക്ക് കണ്ണൂർ, KDNA കോഴിക്കോട്, മലപ്പുറം ജില്ലാ ടീമുകൾ വിജയിച്ചു. സോക്കർ ലീഗിൽ മലപ്പുറം KEA കാസർഗോഡ്, എറണാകുളം ജില്ല വിജയിച്ചപ്പോൾ പാലക്കാട് KDNA കോഴിക്കോട് മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. മാസ്റ്റേഴ്സ് ലീഗിൽ ആദ്യ മത്സരത്തിൽ മലപ്പുറം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ടിഫാക് തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ഫോക്ക് കണ്ണൂർ എതിരില്ലാത്ത 2 ഗോളിന് KEA കാസർഗോഡിനെ പരാജയപ്പെടുത്തി. മൂന്നാം മത്സരത്തിൽ എറണാകുളം 1 ഗോളിന് ട്രാസ് തൃശൂരിനെ പരാജയപ്പെടുത്തി. നാലാം മത്സരത്തിൽ KDNA കോഴിക്കോട് പാലക്കാടിനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സോക്കർ ലീഗിലെ ആദ്യ മത്സരത്തിൽ മലപ്പുറം ജില്ല രണ്ടാം പകുതിയുടെ അവസാന മിനിറ്റിൽ വസീം നേടിയ 1 ഗോളിന് ടിഫാക് തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ KEA കാസർഗോഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഫോക്ക് കണ്ണൂരിനെ പരാജയപ്പെടുത്തി. സുധീഷ്, അഭിനവ് എന്നിവരാണ് ഗോൾ നേടിയത്. ഗ്യാലറിയെ ആവേശത്തിലാക്കിയ മൂന്നാം മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് എറണാകുളം ട്രാസ് തൃശൂരിനെ പരാജയപ്പെടുത്തി. നാലാം മത്സരത്തിൽ പാലക്കാട് KDNA കോഴിക്കോട് തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. മത്സരങ്ങൾ വീക്ഷിക്കാൻ KEA കാസർഗോഡ് പ്രതിനിധി ഹമീദ് മധൂർ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ മിഹ്റാജാനുൽ ബിദായ എന്ന തലക്കെട്ടിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വർഷത്തെ പ്രവേശനോത്സവം. അബ്ബാസിയ ദാറുത്തർബിയ മദ്രസ, ഫഹീൽ ദാറു താലീമിൽ ഖുർആൻ മദ്രസ, സാൽമിയ മദ്രസ തുന്നൂർ എന്നീ 3 മദ്രസകളിലായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. അബ്ബാസിയ മദ്രസയിൽ ഹക്കീം മൗലവിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് അൻവരി അധ്യക്ഷത വഹിച്ചു. KIC കേന്ദ്ര വൈസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്മിഷൻ ഫോം വിതരണോദ്ഘാടനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പുതുപ്പറമ്പ് നിർവഹിച്ചു. മദ്രസ സെക്രട്ടറി ഷിഹാബ് കോഡൂർ സ്വാഗതവും ട്രഷറർ ഹബീബ് കയ്യം നന്ദിയും പറഞ്ഞു. ഫഹീൽ മദ്രസയിൽ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ കേന്ദ്ര ചെയർമാൻ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വിംഗ് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. മദ്രസ പ്രസിഡന്റ് സലാം പെരുവള്ളൂർ സ്വാഗതവും ട്രഷറർ മുഹമ്മദ് AG നന്ദിയും പറഞ്ഞു. സാൽമിയ മദ്രസയിൽ സമസ്ത മലപ്പുറം ജില്ലാ മുഷാവറ അംഗവും SYS ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റുമായ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ നെല്ലിക്കുത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സൈനുൽ ആബിദ് നെല്ലായ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അഷ്റഫ് സൽവ സ്വാഗതവും ട്രഷറർ അഫ്താബ് നന്ദിയും പറഞ്ഞു. 3 മദ്രസകളിലും വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹ സമ്മാനവും പഠനോപകരണവും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന അന്തരിച്ച രാജു സക്കറിയാസിനെ തനിമ കുവൈത്ത് ആദരിച്ചു. കുവൈത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് മേഖലകളിലെ പ്രമുഖർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. തനിമ സീനിയർ ഹാർഡ്കോർ ജേക്കബ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജു സഖറിയയുമായുള്ള അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ബാബുജി ബത്തേരി സ്വാഗതം ആശംസിച്ചു. ഷാജി വർഗീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തനിമ കുവൈറ്റിന്റെ ഹാർഡ്കോർ അംഗമായിരുന്ന രാജു സക്കറിയാസിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു. BEC എക്സ്ചേഞ്ച് CEO മാത്യൂസ് വർഗീസ്, ചെസ്സിൽ രാമപുരം, ടോമി സിറിയക്, ബോബി ജോർജ്, മുരളി S പണിക്കർ, തോമസ് മാത്യു കടവിൽ, ജെയിൻ ഹൈടെക്, ഹമീദ് കേളോത്ത്, കൃഷ്ണൻ കടലുണ്ടി, ഫിറോസ് ഹമീദ്, സിജോ കുര്യൻ, ജയേഷ് കുമാർ, റോയ് ആൻഡ്രൂസ്, സക്കീർ പുതുനഗരം തുടങ്ങിയ പ്രമുഖർ രാജു സക്കറിയയുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. DK ദിലീപ് അനുശോചന സമ്മേളനം ഏകോപിപ്പിക്കുകയും ഹബീബുള്ള മുറ്റിച്ചൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജി. സാരഥി കുവൈറ്റ് കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്പാർക്കിൾ 2024 എന്ന തലക്കെട്ടിൽ ഏപ്രിൽ 26, 27 തീയതികളിൽ കബദ് ഫാം ഹൌസിൽ വെച്ചാണ് ക്യാമ്പ്. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും ഒപ്പം ഉല്ലാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്യാമ്പ് ഒരുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. സാരഥി കുവൈറ്റ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ പ്രവർത്തിക്കുന്ന SSC-FE സാരഥി സെന്റർ ഫോർ എക്സലൻസ് ആണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖർ നയിക്കുന്ന സെഷനുകളാണ് സ്പാർക്കിൾ 2024 മൂന്നാം സീസണിന്റെ പ്രത്യേകത. കളിയും ചിരിയും ഒപ്പം കാര്യവുമായി ഒരു സ്കൂൾ ജീവിതത്തിൽ നേടുവാൻ സാധിക്കാത്ത പല അറിവുകളും നേടിയെടുക്കാൻ കുട്ടികൾക്ക് ക്യാമ്പിലൂടെ സാധിക്കുന്നു എന്നത് മുൻ അനുഭവങ്ങളിൽ നിന്നും പലരും സാക്ഷ്യപ്പെടുത്തുന്നു. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തുന്നത്.
സ്വിമ്മിംഗ് പൂൾ, ലൈവ് ഫുഡ് എന്നിവയും ഈ ക്യാമ്പിന്റെ ആകർഷണങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഈ ക്യാമ്പിൽ ചേരുന്നതിനുമായി 66775646 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അജ്പക് റിഗായ് യൂണിറ്റ് രൂപീകരിച്ചു. അജ്പക് ഏരിയ കമ്മിറ്റികളുടെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് അശോകൻ വെൺമണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം രക്ഷാധികാരി ബാബു പനമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമൂട്ടിൽ, ചെയർമാൻ രാജീവ് നടുവിലെ മുറി, ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ, അലക്സ് ചമ്പക്കുളം, മനോജ് പരിമണം, അനിൽ വള്ളിക്കുന്നം, മാത്യു ചെന്നിത്തല, ബിനോയ് ചന്ദ്രൻ, രാഹുൽ ദേവ്, ഹരി പത്തിയൂർ, സിഞ്ചു ഫ്രാൻസിസ്, വിനോദ് വി എ, വിപിൻ ജിബിൻ, ജോൺസൺ ടി ജോൺ, ബൈജു, മനോജ് കുമാർ, ശ്രീരാജ് കെ, സുരേഷ് കുമാർ കെ, ഷിബു ജോൺ വർഗീസ്, ആശ എ ബി സാമുവൽ, സുലൈബത്ത് ബി വി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ റിഗായ് ഏരിയ കമ്മിറ്റി ജോയിന്റ് കൺവീനേഴ്സായി രാജേഷ് കുമാർ, വിനോദ് വി എ, മനോജ്, നിജു കരിമ്പനയ്ക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു. റിഗായ് ഏരിയ കമ്മിറ്റി കൺവീനർ എ ബി സാമുവൽ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് കൺവീനർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഫഹാഹിൽ മേഖല എക്സിക്യൂട്ടീവ് അംഗം ബാലൻ കൂമുള്ളിക്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് യാത്രയയപ്പ് നൽകി. മംഗഫ് കലാ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദേവദാസ് സെൽവരാജ് അധ്യക്ഷത വഹിച്ചു. കലാ കുവൈറ്റ് ആക്ടിംഗ് സെക്രട്ടറി ബിജോയ് കലയുടെ ഉപഹാരം കൈമാറി. വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ്, ലോക കേരള സഭാംഗം ആർ നാഗനാഥൻ, കലാ കുവൈറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഫഹേൽ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം വി വി രംഗൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോ. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ മീറ്റ് സംഘടിപ്പിക്കുകയാണ്. ഏറെ വിശേഷകരമായ ഈ ലീഗിന്റെ വിശേഷങ്ങളുമായി ശ്രീ ഡി കെ ദിലീപ് ചേരുന്നുണ്ട്. ഹലോ, ശ്രീ ഡി കെ ദിലീപ് കേൾക്കാമോ? ഹലോ, കേൾക്കാം. വലിയൊരു മത്സര ലീഗിനാണ് നിങ്ങൾ തുടക്കമിട്ടിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെ മത്സരങ്ങളാണ് നടന്നത്? ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2:30 മുതലാണ് ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിച്ചത്. പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങൾ വൈകിട്ട് 7:30 മുതലാണ് ആരംഭിക്കുന്നത്. രാവിലെ നടന്ന മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ 10, 12, 14, 16, 19 വയസ്സ് കാറ്റഗറിയിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളാണ് നടന്നത്. ലീഗ് മത്സരങ്ങളുടെ ഏകദേശം അവസാന മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഇന്നത്തെ സ്കൂൾ തല മത്സരങ്ങൾ അവസാനിക്കുകയും തുടർന്ന് പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. പുരുഷ വിഭാഗത്തിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് തുടങ്ങുന്നത്. വനിതാ വിഭാഗത്തിലെ ലീഗ് മത്സരങ്ങളുടെ ആദ്യപാദ മത്സരങ്ങളാണ് ഇന്ന് തുടങ്ങുന്നത്. സ്കൂൾ തലത്തിലല്ലാതെ പുറമെ നിന്ന് വലിയൊരു പങ്കാളിത്തമുണ്ടോ മത്സരങ്ങൾക്ക്? തീർച്ചയായും. കുവൈറ്റിലെ ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന ബാസ്കറ്റ്ബോൾ പ്രേമികളുടെ മാത്രം ഇടയിൽ നിൽക്കുന്ന ഒരു മത്സരത്തെ ജനകീയമാക്കുന്നതിനും കൂടുതൽ യുവ താരങ്ങളെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് നമ്മുടെ ശ്രമം. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കുവൈറ്റിൽ പഠിക്കുകയും തുടർന്ന് വിദേശത്തും ഇന്ത്യയിലുമൊക്കെയായി അവരുടെ ഉപരിപഠനം നടത്തുകയും ചെയ്ത് വീണ്ടും തിരിച്ചു കുവൈറ്റിൽ എത്തിയിട്ടുള്ള നിരവധി യുവാക്കൾ പല സ്ഥലങ്ങളിൽ ഒത്തുചേർന്ന് ഏകദേശം 12ഓളം പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ക്ലബ്ബുകൾ, ഇന്ത്യൻസ് നേതൃത്വം കൊടുക്കുന്ന ബാസ്കറ്റ്ബോൾ ക്ലബ്ബുകൾ ഇപ്പോൾ കുവൈറ്റിലുണ്ട്. ആ ക്ലബ്ബുകളെയൊക്കെ പ്രതിനിധീകരിച്ചുള്ള ടീമുകളാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. അതെ, അത്തരത്തിൽ IBA വലിയൊരു സംരംഭത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നീണ്ട മത്സരങ്ങൾ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റുന്നുണ്ട്. ഏകദേശം 1000ഓളം ബാസ്കറ്റ്ബോൾ താരങ്ങൾ പങ്കെടുക്കുന്നു. 150-ലേറെ മത്സരങ്ങൾ നടക്കുന്നു. 8 ദിവസമായിട്ട് നടക്കുന്ന മത്സരങ്ങൾ വളരെ കൃത്യമായ IBAയുടെ ഓരോ കമ്മിറ്റി അംഗങ്ങളും വളരെ ചുറുചുറുക്കോടുകൂടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കൃത്യമായി കാര്യങ്ങൾ വളരെയധികം പ്ലാനിങ്ങോടുകൂടി നടത്തുകയും അതോടൊപ്പം ഈ മത്സരങ്ങളുടെ നടത്തിപ്പിനായി നമുക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒഫീഷ്യൽസ് കൂടാതെ
IBA നേതൃത്വത്തിൽ ഈ വർഷം ഒരു പുതിയ റഫറീസ് ക്ലിനിക് ആരംഭിക്കുകയും നിരവധി ബാസ്കറ്റ്ബോൾ പ്രേമികളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ബാസ്കറ്റ്ബോളിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം അവരെ കൂടുതൽ കാര്യക്ഷമമായി പഠിപ്പിക്കുകയും അതുവഴി പുതിയ പുതിയ റഫറിമാരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉദ്യമം IBA ഭാഗത്തു നിന്നുണ്ടാകുകയും ആ റഫറിമാർക്കുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി നമ്മൾ ഈ ടൂർണമെന്റിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക മികവിനായി IBA തന്നെ സ്വയം ഡെവലപ്പ് ചെയ്ത ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് IBA വെബ്സൈറ്റിലൂടെ ലോകത്തെമ്പാടുമുള്ള ബാസ്കറ്റ്ബോൾ പ്രേമികൾക്ക് തത്സമയം ഇതിന്റെ സ്കോർ കാണുന്നതിനും ലൈവായിട്ട് ഓരോ കളിക്കാരന്റെ പെർഫോമൻസിന്റെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നന്ദി ശ്രീ DK ദിലീപ്. IBA മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാവിധ ആശംസകളും മത്സരാർത്ഥികൾക്കും സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും. ഒപ്പം ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങൾ വീണ്ടും താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും. നന്ദി. ഇതോടുകൂടി ന്യൂ കുവൈറ്റ് എഡിഷൻ പൂർത്തിയാകുന്നു. നന്ദി.